Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിന്റെ 6th ഡേ ആണ്. അതായത് നമ്മൾ ഇതുവരെ 5th ഡേ വരെയുള്ള എല്ലാ പ്രോസസ്സും ചെയ്തു കഴിഞ്ഞു. ഞാൻ ഇന്ന് ആക്ച്വലി നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എന്റെ ഹെയറിൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്ത ഒരു ഹെയർ ആണിത്. ഒരുപാട് പേര് ആ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്ത ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ ഡെയിലി എണ്ണയൊക്കെ തേക്കോ പാക്കൊക്കെ ഇടുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് മുടിയുടെ ആ ഒരു ടെക്സ്ചർ പോകില്ലേ, അതായത് കെരാറ്റിൻ കോട്ടിങ് പോകില്ലേ, അപ്പൊ ചെയ്തത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. പിന്നെ ചില പേര് എന്നോട് ചോദിച്ചു, കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മുടി പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നത്, അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു ഉത്തരവും കൂടെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. കാരണം അതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ മുടിയിൽ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ മുടി അതുപോലെ നിൽക്കില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് ചെയ്ത ഹെയറിൽ എത്ര എണ്ണ തേച്ചാലും എത്ര ഹെയർ പാക്സ് ഇട്ടാലും അതിന്റെ ടെക്സ്ചർ മാറില്ല. അത് അങ്ങനെ ആ ഒരു ബ്രഷ് മാതിരി ആ ഒരു എഫക്റ്റിൽ തന്നെ കിടക്കും. കാരണം എന്റെ മുടിയിൽ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ട് മുടിയാണിത്. അപ്പോൾ അത് ഡാമേജ് ആകാതെ ഞാൻ സംരക്ഷിച്ച് ഇത്രയോ ഒരു ദൂരം കൊണ്ടുവന്നത് ഞാനത് പ്രോപ്പറായിട്ട് കെയർ ചെയ്തതുകൊണ്ടാണ്. കാരണം ഞാൻ നിങ്ങളോട് ഓൾറെഡി മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ട്രെയിറ്റനിങ് ചെയ്ത സമയത്ത് എന്റെ മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി ഫുള്ള് നാശമായി പോയ ഒരു സ്റ്റേജിലാണ് ഞാൻ ഹെയർ കെയർ നാച്ചുറലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഒരു നോർമൽ ഹെയറിലോട്ട് കൊണ്ടുവന്നത്. അതിനും വേറൊരാളൊരു അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് മുടി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി വളർച്ച ഉണ്ടാവും, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല, ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അതുകൊണ്ട് മുടി വളർന്നോളും എന്നും ചില പേര് സജഷൻസ് പറഞ്ഞു. ഞാൻ അങ്ങനെ ചുമ്മാ മുടിയുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ മാത്രം നടത്തുന്ന ഒരാളോ ഒന്നുമല്ല. എനിക്ക് ജോലിയുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുണ്ട്, എല്ലാത്തിന്റെ ഇടയിലാണ് നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നത്. സമയമില്ല എന്നൊരു പരാതി, നമ്മുടെ ഒരു മുടി നോക്കാൻ പോലും നമുക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ലോജിക്ക് എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പ്രധാനമായിട്ടും പറയാൻ വന്നത്, കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു 50 വാഷ്, അതായത് 50 ഷാംപൂ വാഷ് വരെ മാത്രമേ ആ കെരാറ്റിന്റെ കോട്ടിംഗ് നമ്മുടെ തലയിൽ നിൽക്കുകയുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് സ്ട്രെയിറ്റനിങ് ആൻഡ് സ്മൂത്തനിങ്. സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്യുന്ന പോലെയോ ഒന്നുമല്ല ഈ കെരാറ്റിൻ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതില് കെമിക്കൽ ഇല്ലേ? ഞാൻ അതിൽ കെമിക്കൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം, ഞാൻ ചെയ്തത് SP എന്നൊരു ബ്രാൻഡാണ്, SP എന്നൊരു ബ്രാൻഡാണ്. അതിൽ ഫോർമാലിൻ എന്നൊരു ഇൻഗ്രീഡിയൻസ് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്കത് പറയാനും, ഇല്ലാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ വീഡിയോക്ക് താഴെ ചില പേര് കമന്റ് ചെയ്തു, ഫോർമാലിൻ ഉണ്ട്, ഫോർമാലിൻ കുട്ടികളുടെ, അതായത് ഫോർമാലിൻ എന്ന് പറയുന്നത് നമ്മൾ ആരും യൂസ് ചെയ്യാൻ പാടില്ലാത്ത എന്നല്ല, സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് ക്രീമിലെല്ലാം ഫോർമാലിൻ അടങ്ങിയിട്ടുണ്ട്, എങ്കിലും കെരാറ്റിനിലും അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവുമില്ല. കാരണം കെരാറ്റിനിലും ഫോർമാലിൻ അടങ്ങിയിട്ടില്ല. ചില ബ്രാൻഡുകളിൽ അടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു ബ്രാൻഡിൽ അടങ്ങിയിട്ടില്ല എന്നൊരു ബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഫോർമാലിൻ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക. ഫോർമാലിൻ അത് പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്ന് മുമ്പ് പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മുടെ കെരാറ്റിൻ, ആഫ്റ്റർ കെരാറ്റിൻ ഇങ്ങനെ മുടി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ആ ഒരു എഫക്ട് നിൽക്കുമോ എന്നുള്ളതിനെ കുറിച്ച് പറയാം. കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമ്മളൊരു 50 വാഷ് കഴിയുമ്പോൾ നമ്മുടെ കെരാറ്റിൻ കോട്ടിംഗ് പോകും. പക്ഷേ ചില പേര് പറയാറുണ്ട്, കെരാറ്റിൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുനാൾ ആ ഒരു എഫക്റ്റിലൊക്കെ നിൽക്കും, അത് കഴിയുമ്പോഴത്തേക്ക് മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് പോകുന്നു, മുടി ഭയങ്കര പഴയ ഒരു ബാക്ക് ഫോമിലോട്ട് വരുന്നു. അതിന്റെ ഒരേ ഒരു റീസൺ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തതാണ്. ഞാൻ എന്റെ റൊട്ടീനല്ലേ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ ഹെയർ കെയർ ചെയ്യുന്നത്, അവർ പറയാറുണ്ട്, കെരാറ്റിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയാറുണ്ട്, തലയിൽ എണ്ണ വെക്കാൻ പാടില്ല, ഡെയിലി കുളിക്കാൻ പാടില്ല, എന്ത് പറയുന്നത്, പാക്കുകളൊന്നും ഇടാൻ പാടില്ല. ഓക്കെ, അവരങ്ങനെ പറഞ്ഞാലും നമ്മൾ അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി ഫുള്ളായിട്ട് പോകും. ഞാൻ കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞ് അവർ പറയുന്ന ഷാമ്പൂ പോലും യൂസ് ചെയ്യാറില്ല. ഞാൻ കെരാറ്റിൻ ചെയ്യുന്നത് എന്റെ ഒരു മുടി ഒന്ന് മാനേജബിൾ ആയിട്ട്, ആ ഒരു സ്റ്റേജിൽ ഒന്ന് മാനേജബിൾ ആയിട്ട് കിട്ടിയിട്ട് ഞാൻ നാച്ചുറലായിട്ട് തന്നെയാണ് ഹെയർ കെയർ ചെയ്യുന്നത്. കാരണം എന്റെ മുടി ഭയങ്കര കേളി ഹെയർ ആയിരുന്നു. അപ്പൊ ആ ഒരു കേൾനെസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ആ കേൾ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു മാനേജബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കെരാറ്റിൻ ചെയ്തത്. സോ അതിനുശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്റെ മുടി നാച്ചുറലായിട്ട് കെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങിയത്. കാരണം എന്റെ ഹെയർ കെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മുടിയും നിങ്ങളുടെ അടുത്ത് അതുകൂടി ഷെയർ ചെയ്യാം എന്നുള്ളതായിരുന്നു എന്റെ ഒരു ഒരു ലക്ഷ്യം. ഇപ്പൊ നിങ്ങൾക്ക് ആ കെരാറ്റിൻ ചെയ്ത മുടിയും ഇതുകൂടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. എന്റെ മുടി ലെങ്തും ആയിട്ടുണ്ട്. കെരാറ്റിൻ ചെയ്തപ്പോൾ ഏകദേശം ഇത്രേ ഉള്ളായിരുന്നു തോന്നുന്നു, കുറച്ച് മുടി വളർന്നിട്ടുമുണ്ട്. കാരണം നമ്മൾ കെരാറ്റിൻ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ മുടി നല്ലപോലെ വളരും, നല്ലപോലെ മാനേജബിൾ ആകും, എല്ലാം കൊണ്ടും നല്ല സ്യൂട്ടബിൾ ആകും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുക.
ഇതാണ് എൻ്റെ ആഫ്റ്റർ കെരാറ്റിൻ ട്രീറ്റ്മെന്റ്. ലോജിക്കലി നോക്കിയാൽ മേ ബി ഇത് തെറ്റായിരിക്കും, കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കെരാറ്റിന്റെ കോട്ടിങ് പോകും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, ബട്ട് ദിസ് ഇസ് മൈ വേ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡേ 6. നമ്മൾ ഡേ 6 എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ 2 ദിവസം നമ്മൾ പാക്ക് ആയിരുന്നു ഇട്ടിരുന്നത്. ഇന്ന് നമ്മുടെ ഹെയർ കെയർ നമ്മൾ ഓയിൽ മസാജ് ആണ്. അത് നല്ല ഒരു അലോവേര, എന്റെ ഫേവറേറ്റ് അലോവേര. എന്റെ എല്ലാ വീഡിയോയിലും കാണും ഒരു അലോവേര അല്ലെ. അപ്പൊ അലോവേര ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ ഓയിൽ മസാജ് ചെയ്യുന്നത്, അതിന്റെ ഒരു പ്രോപ്പർ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിത് കണ്ടിട്ട് വരും, എന്നിട്ട് ഞാനത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ലൊരു വലിയൊരു പീസ് അലോവേരയുടെ മേളിലെ ഭാഗം ചെത്തിക്കളഞ്ഞിട്ട്, നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു അതിനകത്തുള്ള പൾപ്പ് എടുക്കാൻ ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാം. ചിലർ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ, ചിലർക്ക് സ്പൂൺ വെച്ചെടുക്കാൻ താഴെപ്പോയി ചിലർക്ക് സ്പൂൺ വെച്ചെടുക്കാനായിരിക്കും ഈസി. എനിക്ക് പക്ഷേ ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ എടുക്കുന്നതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ പൾപ്പ് മാത്രം എടുത്താൽ മതി. ഏകദേശം ഇത്രയും മതി കേട്ടോ, നമുക്കൊരു പ്രാവശ്യം തലയിൽ തേക്കാനായിട്ട്. അധികം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ബാലൻസ് എടുത്തിട്ട് അതുപോലെ വെച്ചിരുന്നാൽ മതി, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാം. അതുകൊണ്ട് അധികം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കളയൊന്നും വേണ്ട. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് അതിനെ ഒന്ന് ചെറിയ പീസായി കൊടുക്കണമേ. ഇതിപ്പം ഇച്ചിരി വലിയ പീസല്ലേ, അപ്പോൾ അതിനെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിത് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ പീസായി കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് നല്ലപോലെ അതിൻ്റെ ഇതാകത്തുള്ളൂ. ചില പേര് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഇലയോടെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതും കുഴപ്പമൊന്നുമില്ല. ഇലയോടെ ചെയ്യുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്ത് ഉപയോഗിക്കാറ്. അപ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ സത്ത് ഇറങ്ങുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ കാച്ചി വെച്ചിട്ടുള്ള ആ എണ്ണ, ഈ എണ്ണ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിന് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നിങ്ങൾ അതിനകത്ത് തന്നെ ഇട്ട് വെച്ചിരുന്നാൽ മതി. എണ്ണ ഞാൻ അരിച്ചൊന്നും എടുക്കണ്ട, നിങ്ങൾ അങ്ങനെ തന്നെ ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോഴപ്പോഴും എടുത്തൊന്ന് വെയിലത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ അതിലെടുക്കാം. എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ എണ്ണയ്ക്കകത്ത് ഇത് ഇട്ട് വെച്ചേക്കണം. ഈ ഒരു അലോവേരയും ഈ എണ്ണയും കൂടെ ഒരു അരമണിക്കൂർ അതിനകത്ത് തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം വേണം നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ അലോവേര വെച്ചിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഇതിലിട്ട് വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക. വെള്ളം വെക്കുമ്പോൾ ഒരിക്കലും ഒരുപാട് വെള്ളം വെച്ച് തിളപ്പിക്കരുത്. കാരണം നമ്മളിത് എണ്ണ ഇറക്കി വെക്കുന്ന സമയത്ത് അത് മേളിൽ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എണ്ണ തെറിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എണ്ണ എടുത്ത് അതിനകത്ത് ഇറക്കി വെക്കുക. അതായത് തിളയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം അങ്ങനെ ഒരു 2 to 3 മിനിറ്റ്സ് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു 3 മിനിറ്റ്സ് എന്ന് വെച്ചോയേ, 3 മിനിറ്റ്സ് അങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ അലോവേരയ്ക്കകത്തുള്ള സത്ത് ഫുള്ള് ആ എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഇറങ്ങും. ഞാനിപ്പോൾ നിങ്ങളെ അത് അടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നല്ലപോലെ വെള്ളത്തിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ്സ്. ഓക്കെ, 3 മിനിറ്റ്സ് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ എണ്ണയ്ക്ക് ഒരു കൊഴുപ്പ് വന്നു തുടങ്ങും. ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുപോയി ചൂടാക്കരുത്. പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും ഇറക്കി വെക്കരുത്. ഗ്ലാസ് ബോട്ടിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇച്ചിരി കട്ടിയുള്ള ഗ്ലാസ് ബോട്ടിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 2 to 3 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനത് ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് എടുക്കരുത്. ഒരു 5 മിനിറ്റ്സ് അങ്ങനെ തന്നെ അതിനകത്ത് വെച്ചേക്കണം. ഒന്നും കൊണ്ട് മൂടി വെക്കരുത്. നമ്മൾ തുണിയോ അല്ലെങ്കിൽ പാത്രമോ ഒന്നും കൊണ്ട് മൂടി വെക്കരുത്. കാരണം മൂടി വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം ഇതിനകത്തോട്ട് ഇറങ്ങും, വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ തുറന്ന് തന്നെ ഒരു 5 മിനിറ്റ്സ് അതിനകത്ത് വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് തലയിൽ ഇത് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഓയിലിനകത്ത്, ഇപ്പോൾ അലോവേര ഇങ്ങനെ നമ്മൾ ചെറിയ പീസായിട്ടല്ലേ കട്ട് ചെയ്ത് വെച്ചിരുന്നത്, അത് നല്ല രീതിയിൽ ഇതുപോലെ ഉടച്ചു കൊടുക്കണം. നല്ല ഉടച്ച് നമ്മൾ എണ്ണയോട് നല്ല ചേർത്തതിന് ശേഷം വേണം തലയിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം അപ്പോഴാണ് നമ്മുടെ ആ ഒരു ചെറിയൊരു ചൂടോടെയാണ് ഞാനിതിപ്പോൾ ഉടയ്ക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടോടെ ഉടയ്ക്കുമ്പോഴത്തേക്കും നല്ലപോലെ പെട്ടെന്ന് അങ്ങ് ഉടയുകയും ചെയ്യും. നമ്മുടെ ഓയിലുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ആകുകയും ചെയ്യും. എന്നിട്ട് ആ ചൂടോടെ വേണം നമ്മൾ തലയിൽ തേക്കാനുമായിട്ട്. ഓക്കെ, നല്ലപോലെ ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം.
അതിനുശേഷം ഇതുപോലെ നമ്മുടെ തലയിൽ തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക. ഒരു കാരണവശാലും നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ ഓവർ പ്രഷർ കൊടുക്കരുത്. റൗണ്ടായിട്ട് വേണം മസാജ് ചെയ്യാൻ. അതേപോലെ തലയോട്ടി മുടിയിലെ പൗരിലൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ട് ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ വാരി കെട്ടി വെച്ചിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ എണ്ണയല്ലേ കുഴപ്പമില്ല, ഒരു 2 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. ഇരുന്നതിന് ശേഷം വേണം നമ്മൾ ഷാമ്പു വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ ചെമ്പരത്തി ഇലയും പൂവും കൂടെ വെച്ച് നല്ലപോലെ അരച്ചിട്ട് നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. അതുപോലെ നല്ലപോലെ അരച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. ഷാമ്പൂ അതായത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു ഷാമ്പൂ നമ്മൾ ഈ ഒരു 30 ഡേയ്സിലും നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ അലോവേര ഉപയോഗിച്ചിട്ട് ഹെയർ ഓയിൽ മസാജ് ചെയ്യേണ്ടത്. നിങ്ങളത് പ്രോപ്പറായിട്ട് തന്നെ സമാധാനമായിട്ട് കുറച്ചു നേരം ഇരുന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. ഷാമ്പു ഞാനിപ്പോൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ വീഡിയോ എടുത്തത്, ഔട്ടർ വീഡിയോ എടുക്കുന്നത്. ഞാനത് ഓയിൽ മസാജ് ചെയ്തത് കൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഓയിൽ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഷാമ്പു ഉപയോഗിച്ചൊന്നും വാഷ് ചെയ്തില്ല. ജസ്റ്റ് ഞാൻ അതിൽ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ ചെമ്പരത്തി ഇലയും ഒരു പിടി ചെമ്പരത്തി പൂവും കൂടെ മിക്സിയിൽ നല്ല രീതിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ട് ആ വെള്ളം വെച്ച് നല്ലപോലെ ആ ഒരു ഇത് വെച്ചിട്ട് നല്ലപോലെ കഴുകുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ കഴുകുന്നത് പൊടി കുറച്ച് നേരം തലയിൽ ഇരിക്കും. നമ്മൾ ഉണങ്ങിയ ശേഷം ഒന്ന് കോമ്പ് ചെയ്യുമ്പോൾ മാത്രമേ പൊടി പോവുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുവാണെങ്കിൽ അങ്ങനെ നമ്മൾ മിക്സിയിൽ അരച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് കുറച്ചൊരു ഓയിൽ മയം ഉള്ളത്. എനിക്കിത് ഇഷ്ടമാണ്. കാരണം മുടി ഒന്ന് പ്രൊട്ടക്റ്റ് ആയിട്ടൊക്കെ ഒന്ന് കെയർ ആയിട്ടൊക്കെ കുറച്ച് ദിവസം നമ്മൾ ഇങ്ങനെ ഒന്ന് സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം മുടി നല്ല ഭംഗിയായിട്ട് കിടന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അതിൽ പറഞ്ഞതുപോലെ തന്നെ അലോവേര ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഹെയർ ഓയിൽ മസാജ് ചെയ്യുക ഇന്ന്. പിന്നെ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, നാച്ചുറൽ ആയിട്ട് അലോവേര കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യണം, അലോവേര ജെല്ല് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാമോ എന്നൊരു ഡൗട്ട് ചിലവർക്കുണ്ടാവും. അങ്ങനെ നിങ്ങൾ മസാജ് ചെയ്യുവാണെങ്കിൽ എണ്ണ ചൂടാക്കേണ്ട കാര്യമില്ല. എണ്ണയിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ജെല്ല് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി. നോർമൽ അതായത് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ചൂടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ആയിട്ട് ചെയ്താൽ മതി. മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. ആർട്ടിഫിഷ്യൽ കളറുള്ള അലോവേര ജെല്ല് മാക്സിമം ഒഴിവാക്കുക. പ്യൂർ വൈറ്റ് ആയിട്ടുള്ള കളർ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മുടെ 6th ഡേ ഹെയർ കെയർ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പൊ നമുക്ക് 7th ഡേ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.